പി സിക്കൊക്കെ ഇത് ആർക്കും വേണ്ട പഠിച്ചാണ് അത് കേടന്ന് പോവുള്ള കാക്കാ ആ എന്താടാ അല്ല കാക്ക അളവിന് വരാന്ന് പറഞ്ഞത് എന്തായി നാളെ വരുമോ? നാളല്ല നാളെ തേങ്ങ ഇടണം. മറ്റന്നാൾ അവര് സമ്മതിനെ ഏൽപ്പിച്ചേക്കണം. എല്ലാം അളവിന്റെ മുന്നേ ഏതൊക്കെ ഭാഗം ആർക്കൊക്കെ എന്നുള്ള നമുക്ക് കണ്ടെക്കണ്ടേ? അതിപ്പോ എന്താ കണ്ടെക്കാനേ, വീടും ചുറ്റുപാടും എനിക്കുള്ളത് തന്നെ. അതിന്റെ മുമ്പിലുള്ള സ്ക്വയർ സ്ഥലം അത് എനിക്കുള്ളത് തന്നെ. പിന്നെ മാളിനും കുഞ്ഞിമോക്കും അല്ലേ, അത് നമുക്ക് ആ കല്ലിട്ടും കുഞ്ഞിന്റെ സൈഡിൽ കൂടെ കൊടുക്കാം. അത് പിന്നെ വിറ്റ് പോകാനുള്ളതല്ലേ ഭാവിയിലേ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. എനിക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, അത് മെയിൻ്റെ ചെയ്യണ്ട വെച്ചാൽ മതി. ആ ആയിക്കോട്ടെ, ഞാനിട്ട് വരാം. അപ്പോ അടക്ക് ആ മഴയൊക്ക. പിന്നെ ഞാൻ ഇന്നലെ എന്നോട് കല്യാണത്തിന്റെ ഒന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചതാ. പിന്നെ എന്റെ അളിയന്മാരൊന്നും അവിടെ കണ്ടില്ല. പിന്നെ പെരി ചെന്നപ്പോ പെണ്ണുങ്ങളും പറഞ്ഞ് അളിയന്മാർ പങ്കെടുത്തിട്ടില്ലാന്ന് അവിടെ സംസാരം ഉണ്ടായിരുന്നു. എന്താ സംഭവം? പറയുമ്പോൾ ഒരു അമ്മമാരൊക്കെ തന്നെയാണ്. കല്യാണം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങൾ പറയണമെന്നാണ് അവരോട് ഞാൻ പറയാനും ആയിട്ടില്ല. അതിപ്പോ എന്തിയേ? അങ്ങനത്തെ പണിയല്ല അവരെന്നോട് ചെയ്തത്. എങ്ങനെ ഞാൻ അവരോട് പറയാ? ആ റോട്ടിൻ്റെ അക്കത്തുള്ള കണ്ണായ സ്ഥലം ഞാൻ കണ്ടെച്ചേരും. അത് വലിയ അളിയനെടുത്ത് ഞമ്മക്ക് കിട്ടിയതാ കണ്ടിട്ടും ചെയ്യും. അതിപ്പോ മൂത്തോൻ പേരെടുത്തിട്ടൊന്നുമില്ലല്ലോ. ഓനക്ക് പേരെടുക്കുമ്പോ മുന്നിലെ സ്ഥലം തന്നെ വേണ്ടേ? എനിക്ക് കല്ലിട്ടും കുച്ചാണെങ്കിലും തോനെ സ്ഥലം കിട്ടിയില്ലേ? അത് തൂർത്താല് നല്ലതല്ലേ? എനിക്ക് എന്തായാലും വിൽക്കാനുള്ളതല്ലേ? വിൽക്കുമ്പോ നല്ല വില കിട്ടൂലേ? പിന്നെന്താ പ്രശ്നം? നിങ്ങൾക്കത് പറഞ്ഞാൽ മതി. 25 കൊല്ലം മുമ്പേ ഓളെ ഞാൻ കെട്ടുമ്പോളേ തേട്ടത്തിന് പോകുമ്പോ കണ്ടെച്ച സ്ഥലമാണത്. എന്നിട്ട് ഈ കുത്ത് ഭാഗം വെക്കുമ്പോളേ അളിയന്മാരത്ത് വല്ല തിരക്കും കച്ചവടം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലാന്ന് വരികയാണെങ്കിൽ അച്ഛൻ രണ്ടെണ്ണത്തിന് പെരുമാറുന്ന എനിക്കുണ്ടാകും. അച്ഛൻ വരൂല, പച്ച പാമ്പാണ്. എന്നിട്ടാ ഞാനാണെങ്കിലേ എൻ്റെ ഒരു 25 കൊല്ലം മുമ്പത്തെ കണ്ടക്കല് ഇന്ന് പോടും കൈ ഓടുന്നു.